MT സാറിൻ്റെ സ്ക്രിപ്റ്റിൽ തന്നെയുള്ള ഇടനിലങ്ങൾ എന്ന ചിത്രം ശ്രീ ഐ വി ശശി സംവിധാനം ചെയ്യുന്ന ആ ചിത്രത്തിലേക്ക് ഒരു വേഷത്തിന് അതിലെന്തോ ഒരു വേഷമാണ്. പക്ഷെ അതെന്താണെന്നുള്ളത് ദാമോദരൻ മാസ്റ്റർ, ഇപ്പോൾ നമ്മളിവിടെ ഇല്ല, ദാമോദരൻ മാസ്റ്റർ കാലിക്കറ്റിൽ നിന്ന് ടീച്ചറെ അടുത്ത് പോയി എൻ്റെ വീട്ടിലെ നമ്പർ അന്വേഷിച്ച് അങ്ങനെ അച്ഛനെ കാണാൻ വരികയാണ് തലശ്ശേരി. സോ അതാണ് ഫസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫിലിമിലേക്കുള്ള. അപ്പം ഐ വാസ് വെരി എക്സൈറ്റഡ് ബിക്കോസ് ശ്രീ കെ ബാലചന്ദർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമായിരുന്നു. ശ്രീ ഐ വി ശശി സംവിധാനം ചെയ്തു. മമ്മൂട്ടി, മോഹൻലാൽ, സീമ ഇങ്ങനത്തെ പ്രഗത്ഭരായ ആർട്ടിസ്റ്റൊക്കെ വളരെ ഇറ്റ്സ് എ ബിഗ് ഫിലിം. ഇത്രയും പ്രഗത്ഭരായ സംവിധായകരും MT സാറിൻ്റെ പടം. സോ അതിൽ ബീങ് എ പാർട്ട് ആൻഡ് ടു എക്സ്പീരിയൻസ് ഇറ്റ്, അതെന്താണെന്നുള്ളൊരു എക്സ്പീരിയൻസ്, അത് ഇത്രയും ആർട്ടിസ്റ്റും ഒക്കെ ഉള്ള ഒരു ഷൂട്ടിംഗ് പ്രോസസ്സ് എന്താണെന്ന് അറിയാനുള്ള ഒരു ആങ്സൈറ്റി ഒക്കെ ആ ഏജിൽ. ഐ വാസ് വെരി യങ് ദറ്റ് ടൈം. സോ അങ്ങനെയാണ് ഐ സ്റ്റേറ്റ് ബാക്ക്. അപ്പോൾ എനിക്ക് ട്രൗസറൊക്കെയാണ് തന്നപ്പം. അപ്പോൾ ഭയങ്കര ഒരു എംബാരസ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ 9th കഴിഞ്ഞ ടൈമാണ്. അപ്പോൾ നമ്മൾ ഷോർട്സൊക്കെ വിട്ട് വി വർ വെയറിങ് പാൻസ്. സോ തിരിച്ച് ഷോർട്സും ബനിയനൊക്കെ ഇടണം ഭയങ്കര. പിന്നെ ഇറ്റ് വാസ് ലൈക്ക് ഒരു ഡ്രീം വേൾഡ് ആയിരുന്നു എനിക്ക് ആ പ്രായത്തിൽ. ബിക്കോസ് ഇത്രയും വലിയ ആർട്ടിസ്റ്റ് ഓൾ അറൗണ്ട് യു, ലോട്ട് ഓഫ് ടെക്നീഷ്യൻസ് ആൻഡ് ആ പടത്തിലൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ജൂനിയർ ആർട്ടിസ്റ്റ്. സോ അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു അത്. സോ ദാറ്റ് ഹോൾ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒരു ഡ്രീം വേൾഡ് ഉള്ള പോലെയായിരുന്നു എനിക്ക്. എൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ സുകുമാരി ആൻറ്റീൻ്റെ കൂടെ ഞാനൊരു മതിലിരുന്നിട്ട് വിളിക്കുന്ന ഷോട്ടാണ്. അപ്പോൾ അതായത് മമ്മൂക്കയുടെ വിജയൻ എന്നായിരുന്നു തോന്നുന്നു മമ്മൂക്കയുടെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ വിജയൻ്റെ കാറ് വന്ന് കണ്ടിട്ട് ഈ കുട്ടി അമ്മേനെ വിളിച്ചോണ്ട്, അമ്മയെ ദേ വിജയേട്ടൻ വന്നു, ഈ കപ്പലണ്ടി തിന്നുകൊണ്ടാണ് ഷോട്ട്. അപ്പോൾ അന്ന് രാവിലെ ബിക്കോസ് ഒരു പ്രീവിയസ് എക്സ്പീരിയൻസോ അഭിനയിച്ച ഒരു തിയേറ്റർ കൂടെ ചെയ്തിട്ടുള്ള ഒരു സ്കൂളിലെ ചില ഡ്രാമാസൊക്കെ ചെയ്യുന്നതല്ലാതെ ഒരു റിയലിസ്റ്റിക് ആക്ടിങ് അല്ലെങ്കിൽ ഒരു സിനിമയിലെ എന്താണ് അതിൻ്റെ ബേസിക് ടെക്നിക്സ് ഒന്നും അറിയാതെ വളരെ റോ ആയിട്ടാണ് പോകുന്നത്. സോ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഷോട്ട്. ഒരു ആക്ടർ എന്ന നിലയിൽ ഒരു സെൻട്രൽ ക്യാരക്ടർ, ഒരു ഹീറോ റോളായിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി വന്ന ഹരിഹരൻ സാർ സംവിധാനം ചെയ്ത നക്ഷത്രങ്ങളാണ്. പ്രേക്ഷകരുടെ ഇടയിലും എന്നെ പോപ്പുലർ ആക്കിയത് തീർച്ചയായിട്ടും ആ ചിത്രമാണ്. സോ ദാറ്റ് വാസ് ഓൾസോ ഒരു ഫസ്റ്റ് ഫിലിം കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് ആ പടത്തിലാണ് ഒരു സെൻട്രൽ ക്യാരക്ടർ. സോ ഫോർ ആൻ ആക്ടർ ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ ഗ്രേറ്റ് ചാലഞ്ച്. ആൻഡ് അതും ഇത്രയും പ്രഗത്ഭരായ MT സാറിൻ്റെയും ഹരൻ സാറിൻ്റെയും ശിക്ഷണത്തിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം അവതരിപ്പിക്കുക എന്നുള്ളത് ഡെഫിനറ്റ്ലി ആ ഏജിൽ വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. നക്ഷത്രങ്ങളിൽ രാമു എന്ന് പറഞ്ഞ ഒരു വളരെ ഇന്നസെൻ്റായ ഒരു ടീനേജ് ബോയിൻ്റെ റോളാണ് എനിക്ക്. അത് തീർച്ചയായിട്ടും ആ സമയത്ത് ഞാൻ പറഞ്ഞ മാതിരി ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഇമോഷൻസ് ആ ക്യാരക്ടറിലൂടെ പോകുന്നുണ്ട്. ആ ടീനേജ് പ്രായക്കാരനാണെങ്കിലും സീൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻറ്റൻസായ ഒരുപാട് സീൻസ് ആ ചിത്രത്തിലുണ്ടായിരുന്നു. വളരെ സ്വീറ്റായ ലിറ്റിൽ റൊമാൻറ്റിക് സീൻസ് ഈ മോനിഷയുടെ ക്യാരക്ടറും എൻ്റെ ക്യാരക്ടറും തമ്മിൽ ഈ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുള്ള ഇവരുടെ വെരി ഇന്നസെൻറ്റ് പ്യോർ റൊമാൻസ് ഓഫ് ദാറ്റ് ഏജ്, ഹൗ ദാറ്റ്സ് ബീൻ എക്സ്ചേഞ്ച് എന്നുള്ളത് അത്രയും പോയറ്റിക് ആയിട്ടാണ് MT സാർ ആ ചിത്രത്തിലൂടെ കൺവേ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ബേസിക് ടെക്നിക്സ് എന്നുള്ളത് ഹരിഹരൻ സാറിൻ്റെ ഗൈഡൻസിലാണ് ആ പടത്തിലൂടെ മനസ്സിലാക്കിയത്. ഞങ്ങളെല്ലാവരും അതെ, ആ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാ പുതുമുഖങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂമിങ് ഉണ്ട്. അദ്ദേഹം എങ്ങനെ ഓരോ ഷോട്ടിലും അദ്ദേഹം പറയുന്നത് പോലെ അത് ചെയ്യുക. അതിൻ്റെ എഫക്റ്റ് എന്താണെന്നോ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്നോ അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ ആ സീനിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ആ സീനിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഈ ക്യാരക്ടറിൻ്റെ ഈ ഒരു എക്സ്പ്രഷൻ ഇതാക്കുന്നൊന്നും അനലൈസ് ചെയ്യാനുള്ള ഒരു സീരിയസ്നെസ് ആ ഒരു പ്രായത്തിൽ അങ്ങനത്തെ ഒരു മെച്യൂരിറ്റി ഇല്ല. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് ഓഫ് ലേണിംഗ് ഫ്രം ദ മാസ്റ്റേഴ്സ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഇടനിലങ്ങളിൽ ആണ് എൻ്റെ ആദ്യത്തെ ഫിലിം. സോ കൊണ്ട് അതിലൊരു പേരുണ്ട് എനിക്ക് ആക്ച്വലി. ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ആയിരുന്നു. അവർ ഒരുപാട് സെലക്റ്റഡ് ചിത്രങ്ങളൊക്കെ തമിഴിലൊക്കെ സെക്കൻഡ് ഹീറോയിൻ റോൾസൊക്കെ ചെയ്ത ആർട്ടിസ്റ്റായിരുന്നു. അവർ മലയാളത്തിലും ആ സമയത്ത് ഒരുപാട് പടങ്ങൾ. അങ്ങനെ ആ പടത്തിൽ എൻ്റെ ഒരു പേരായിട്ടുള്ളത് അവരായിരുന്നു. അതിൽ പേരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹീറോയിൻ കൈൻഡ് ഓഫ് ഇതല്ല. പക്ഷേ നമ്മളൊരു നായിക, ഒരു ഹീറോയിൻ എന്ന് പറയുമ്പം ഡെഫിനറ്റ്ലി നക്ഷത്രങ്ങളിലും മോനിഷയാണ് എൻ്റെ ഫസ്റ്റ് ഹീറോയിൻ. ബിക്കോസ് ഒരു ഫുൾ ഫ്ലെഡ്ജ് ഹീറോയിനായിട്ട് സെൻട്രൽ ക്യാരക്ടേഴ്സായിട്ട് ചെയ്തത് മോനിഷയുടെ കൂടെയാണ്. ഫസ്റ്റ് സോങ് ഇപ്പോൾ ഇടനിലങ്ങളിൽ പാട്ടുകളൊന്നും ഇല്ലായിരുന്നു. നക്ഷത്രങ്ങളാണ്. നക്ഷത്രങ്ങൾ വാസ് എ മ്യൂസിക്കൽ ഫിലിം. സോ ഞങ്ങൾ ആദ്യത്തെ ഷെഡ്യൂൾ ഷൂട്ടിംഗ് തുടങ്ങുന്നത് ചെറുതുരുത്തിയിലാണ്. സോ ചെറുതുരുത്തിയിൽ
ഇപ്പോൾ ഹരൻ സാറിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിങ്ങിൽ സോങ് സീക്വൻസ് ഇങ്ങനെ ഒരു സോങ്ങിന് ഒരു 4 ദിവസം അങ്ങനെയല്ല. അദ്ദേഹം ആ സമയത്തൊക്കെ ചിലപ്പോൾ ആരെയും ഭാവഗായകൻ്റെ ചില ക്ലിപ്സ് ചില ദിവസം എടുക്കും, അല്ലെങ്കിൽ കേവല മർത്യഭാഷ അതിൻ്റെ ചില ക്ലിപ്സ് ചില സമയത്ത് എടുക്കും. സോ അങ്ങനെ ഹീസ് ടു ടേക്ക് ഷോട്ട്സ്. ചില ദിവസം ഈവനിങ് പെട്ടെന്ന് ഇപ്പോൾ സോങ്ങിൻ്റെ 2 കെട്ടെടുക്കുക, അങ്ങനെ ഒരു മൊണ്ടാജ് ആയിട്ടാണല്ലോ ആ സോങ്സൊക്കെ. ലിപ്പ് മൂവ്മെൻറ്റുള്ള ഈ നീരാടുവാനൊക്കെ ഇതുപോലെ ഒരു ഫുൾ ഡേ തിരുനാവായ അങ്ങനെയൊക്കെ ആയിരുന്നു.